ഹലോ മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ബാക്ക്. അടുത്തൊരു പഴമാങ്ങ കൊണ്ടുള്ള ഒരു റെസിപ്പി എന്ന് വെച്ചാൽ സ്റ്റൗവിന്റെ ആവശ്യമേ ഇല്ലാത്ത ഒരു റെസിപ്പിയാണ് കേട്ടോ. മാങ്ങ പായസം. ഇതും ഞാൻ പറഞ്ഞ പോലെ എൻ്റെ പാപ്പൻ സുബ്രപാപ്പൻ കൊണ്ടുവന്ന് തന്ന മാങ്ങയാട്ടോ. 300 തൊലി ചെത്താം. പിന്നെ മറ്റേ ഈ വെള്ള കളർ എന്ന് പറയുന്നത് ജവ്വരിയാണ്. സാബുദാന എന്ന് പറയില്ല, അത് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുത്താൽ ഇങ്ങനെ ബോൾസ് ഇങ്ങനെ കിട്ടും കേട്ടോ. ഇത് നല്ല വെള്ളത്തിൽ ഒന്നും കൂടി റിൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ പശക്കെ മാറി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടും. അപ്പൊ അധികം സ്റ്റിക്കി ഒട്ടലുണ്ടാവില്ല. അപ്പൊ ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ സ്റ്റൗവിന്റെ പരിപാടിയേ ഇല്ല. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും ഈ റെസിപ്പിക്ക് വേണ്ടത് പാല്, തേങ്ങാപ്പാൽ. അത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കൊണ്ട് തന്നെ പാലെടുക്കണേ. നിങ്ങൾ കടയിൽ നിന്ന് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലാണ്ട് കോക്കനട്ട് മിൽക്കോ വാങ്ങിക്കാൻ നിൽക്കരുത് പ്ലീസാ. അപ്പോൾ അതും കൂടി പാൽ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ എന്തുട്ടാ, നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ച മാങ്ങ, അതായത് ഒരുപാട് മഷി പോലെ ആക്കണ്ട കേട്ടോ, ഇച്ചിരി തരിതരിപ്പ് ഇരിക്കട്ടെ, അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പൊ നമ്മുടെ തേങ്ങാപ്പാലിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും ശർക്കരയും, അപ്പോൾ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പായസത്തിന്റെ കളർ കിട്ടും. ഇത് രണ്ടും നന്നായിട്ട് ഒരു വിസ്കൊക്കെ ഉപയോഗിച്ച് വിസ്ക് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മധുരം പാലും സെറ്റ്. അത് സൈഡിൽ വെക്കാം. പിന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച മാങ്ങ, ഇതെനിക്ക് ഞങ്ങളുടെ വീടിന്റെ പരിപാടിക്ക് ഗൃഹപ്രവേശത്തിന് സുവിധ ചേച്ചി തന്ന ഗിഫ്റ്റാണ് കേട്ടോ. നല്ലൊരു ബൗളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇതിലേക്ക് നമുക്ക് മാംഗോയുടെ പ്യൂറി ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മാറ്റി വെച്ച ഷവരി, ദാറ്റ് സാബു, അതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ പാലും പഞ്ചസാരയും ശർക്കരയും മിക്സ് ചെയ്തതും കൂടി ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കാം. ഇവരെല്ലാവരും ഒന്നിച്ചങ്ങോട്ട് കമ്പാനായി വരുമ്പോൾ തന്നെ നാവിന് ഇപ്പൊ തന്നെ വെള്ളം മുഴുവനും. അപ്പം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ തണുപ്പിക്കാനായിട്ട് വെക്കാം. അതാണ് സംഭവം. ഇത് ഡെസേർട്ട് എന്നും പറയാം, പായസം എന്നും പറയാം, എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, അത് തണുത്തതിന് ശേഷം ഒരു ബൗളൊക്കെ എടുത്തിട്ട് അത് സെർവ് ചെയ്ത് അതിൻ്റെ മേലെ ഞാൻ മാംഗോയുടെ പ്യൂരി ഉണ്ടല്ലോ അത് ലേശം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ടിട്ട് കഴിച്ചു നോക്കി. എൻ്റെ പൊന്നൂ, കിടുക്കാച്ചി സംഭവമാണ്. ട്രൈ ചെയ്ത് നോക്കണേ. ലവ് യു ഓൾ, ബൈ.